അപ്പൊ നമുക്ക് നോക്കാല്ലേ? എല്ലാവരും ഇങ്ങോട്ട് നോക്കി. സമ്മതിക്കാം, പെരിസ്റ്റോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഓട്ടോ ആട്ടയോ? എന്താ കാലത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ അല്ല, ഈ 1 മണിക്കൂർ അലങ്കോലാക്കാൻ വേണ്ടി വന്നിരിക്കരുതേ. അങ്ങേക്ക് ഒരു വിഷയത്തിന് ഉത്തരം ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. ആരംഭത്തിൽ അപമാനം. ഈ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ അരുമ മകൾ ഇന്നിപ്പോ മരുമകനും മകളും കുടുംബവും എല്ലാവരുമായിട്ട് വിദേശത്താണല്ലോ. അതേടാ മേരാ പ്യാരി സോനാരെ. സോനാരെ അതായത് എന്ന് പറഞ്ഞ തങ്കമേ. സ്വകാര്യ സന്ദർശനത്തിനായി അതിന്റെ പണം കൂടെ ഇന്ത്യ ഈ പാർട്ടി ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടിവെക്കാൻ പറയണം. ഓരോരുത്തന്മാരെ കാണിച്ചു വെക്കുന്ന പോക്കരത്തിന് ബാക്കിയുള്ളവനായിരിക്കും. കേരളത്തിന്റെ ചെലവിൽ, ഈ കടക്കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന കേരളത്തിന്റെ ചെലവിൽ ഒരു കാര്യവുമില്ല. ഇങ്ങനെ കുടുംബസമേതം സ്വകാര്യ സന്ദർശനം നടത്തുന്ന പണി അവസാനിപ്പിക്കണം. അമ്മായിയപ്പനും മരുമകനും ചേർന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. നാണം കെട്ടവന്മാര്. 1,72,00,000 രൂപ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ അരുമ മകൾ വാങ്ങി, മാസപ്പടിയായിട്ട് വാങ്ങി. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ, ഇങ്ങനെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. എടോ, തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. നാണമില്ലാതെ എന്തൊരു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? എന്ത് സേവനം ചെയ്തു എന്ന് കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയോ പിടിച്ചാ തൂങ്ങേണ്ടി വരും. അവൻ പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കുക. എവിടേക്ക് മാറ്റും? എവിടെയെങ്കിലും കൊണ്ട് കള. വാചാലനായ പാർട്ടി സെക്രട്ടറിയോ ചാനലിൽ വന്നിരിക്കുന്ന താങ്കളോ ഇന്നേ വരെ CPM-ന്റെ ഒരൊറ്റ പ്രതിനിധിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. നിങ്ങൾക്ക് ഒന്നുകിൽ എന്തെങ്കിലും രേഖ കാണിക്കാം. ഒരു രേഖയും നിങ്ങൾക്ക് കാണിക്കാനില്ല. രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു തരും. ഈ കൗട്ട രതീഷ് കൊണ്ടുവന്ന് കാണിച്ചു. എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? എന്തിനാ കിടന്ന് ഉരുളുന്നത് ഈ മണലിൽ, ഈ കരിമണലിൽ കിടന്ന് ഉരുണ്ട് ഈ CPM ഇത്രയും അതപ്പതിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.